ഇതാണോ നിന്റെ അച്ഛൻ? അതെ. നിന്റെ അച്ഛനെ നീ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ജനിക്കുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അച്ഛനെ ഞാനെങ്ങനെ മിസ് ചെയ്യും? എന്താണെങ്കിലും അച്ഛനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ? പക്ഷെ നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെ അച്ഛൻ ഇഷ്ടമാ. പക്ഷെ അച്ഛൻ അടി കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നിനക്കിഷ്ടമല്ലെങ്കിൽ നിന്റെ അച്ഛനെ എനിക്ക് തന്നേക്ക്. സത്യമായിട്ടാ ചോദിക്കുന്നേ. അപ്പോ നീ നിന്റെ അമ്മയെ എനിക്ക് തരുവോ? ഓക്കേ, നമ്മക്ക് എല്ലാവർക്കും ഒരു വീട്ടില് സന്തോഷായിട്ടിരിക്കാം. എന്നുവെച്ചാ നിന്റെ അമ്മയെ എന്റെ അച്ഛൻ കല്യാണം കഴിക്കണോന്നാ പറയുന്നേ? അതെ. അതിനു പേര് നിന്റെ അമ്മയെ പിടിച്ച് കിണറ്റി തള്ളിയിടുന്നതാ. എടാ, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് അമ്മയെ കിട്ടും, എനിക്ക് അച്ഛനെയും കിട്ടും. എന്ത് സന്തോഷായിരിക്കും. ശിവാനി, അയ്യോ, അമ്മ വരുന്നുണ്ട്. ജ്യൂസ്. താങ്ക് യു മമ്മി. ആകാശ്, നീ എത്ര സോഫ്റ്റാ. എന്നിട്ട് നിന്റെ കൂട്ടുകാരിക്ക് സ്വഭാവമൊന്നും കിട്ടിയില്ലല്ലോ. എന്താ എന്റെ സ്വഭാവത്തിന് എന്താ? അത് ആകാശിനറിയാം അല്ലേ ആകാശ്? നിനക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് ഇഷ്ടമാണെന്ന് ശിവാനി പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു മമ്മി. വെൽക്കം. ഇങ്ങനൊരു അമ്മയെ എന്റെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? എടാ, ഒരു ധൈര്യശാലിയായ അച്ഛൻ, ഒരു സോഫ്റ്റ് അമ്മ, നീ, ഞാൻ, എല്ലാരും ഒരേ വീട്ടില് എത്ര സന്തോഷായിട്ട് ഇരിക്കാം. അതോടെ നിന്റെ അമ്മയുടെ ഉള്ള സന്തോഷം പോയി കിട്ടും. ഇപ്പൊ എന്റെ അമ്മ സന്തോഷായിട്ടേ ഇരിക്കുന്നേന്നാണോ? ഞങ്ങൾക്ക് ആരും ഇല്ലെന്നുള്ള പേടി അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ടാ. ഞാനും സീരിയസ് ആയിട്ടാ പറഞ്ഞേ. നിന്റെ അമ്മയും എന്റെ അച്ഛനും തമ്മിൽ സെറ്റേ ആവൂല. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് വന്ന് ഹോൺ അടിക്കണേ. നമ്മൾ സംസാരിച്ചത് ഡിലീറ്റ് ചെയ്തേക്ക്. മമ്മി, ആകാശിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വാ. എന്തിന് വീണ്ടും വഴക്കുണ്ടാക്കി ടിവിയിൽ വരാൻ വേണ്ടിയാ? ഞാനൊന്നുമില്ല. പോടാ. ബൈ മമ്മി. സീ യു ആകാശ്. ബൈ. അച്ഛാ, ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? അകത്തേക്ക് വാ. ഓക്കേ, ബ്യൂട്ടിഫുൾ. അച്ഛാ, ഇപ്പൊ അതിനൊന്നും സമയമില്ല. നമുക്ക് പുറത്തു പോകാനുള്ളതാ. എങ്ങോട്ടാടാ? ഷോപ്പിങ്ങിന്. ഷോപ്പിംഗ്? അച്ഛനല്ലേ പറഞ്ഞത്, മറന്നോ? വണ്ടി കയറ്. ഇനി ഒരിക്കലാവട്ടെ കേട്ടോ. ശരി അച്ഛാ. എന്താടാ, വലിയവായാലും മാനേഴ്സിനെ കുറിച്ച് പറയുമല്ലോ. നിന്റെ ഫ്രണ്ട് ഇഷ്ടത്തോടെ വീട്ടിലേക്ക് വിളിച്ചാൽ ചെല്ലേണ്ടത് മര്യാദയല്ലേ? ശിവാനിയല്ലേ വിളിച്ചത്, അവളുടെ അമ്മ വിളിച്ചില്ലല്ലോ. അവളുടെ അമ്മ വിളിക്കാതെ അച്ഛൻ പോയാ അത് മാനേഴ്സ് അല്ല. അത് മാനേഴ്സ് അല്ലല്ലേ? എന്റെ ബുദ്ധിയിൽ അത് പോയില്ല. എന്റെ മണ്ടത്തരത്തിനകത്തേക്ക് പോയേനെ. ഇതുപോലുള്ള കാര്യങ്ങൾ അച്ഛനെ എപ്പോഴും ഓർമ്മിപ്പിക്കണേ. ഏയ്, എന്റെ ഫോണിൽ എന്ത് ചെയ്തോണ്ടിരിക്ക? പിക്ചേഴ്സ് കണ്ടോണ്ടിരിക്കാം മമ്മി. യു സോ ക്യൂട്ട് മമ്മി. ഐ നോ ബേബി, കണ്ടതൊക്കെ മതി. ഗോ ടു സ്ലീപ്. മമ്മി, 1 സെക്കൻഡ്. പൊടി. ഹലോ, പറ ശിവാനി. എന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് നിന്റെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ, നീ എന്ത് പണിയാ കാണിച്ചേ? ആദ്യം നീ നിന്റെ അച്ഛന്റെ റിയാക്ഷൻ എന്താന്ന് പോയി കാണ്. എന്ത് റിയാക്ഷൻ? എന്റെ അച്ഛൻ കാണുന്നതിന് മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാ. എന്റെ ലോറിയിൽ നിന്ന് ഗുഡ്സ് നിന്റെ ഗോഡൌണിൽ ഇറക്കുന്നതോടെ തീർന്നു എന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ ഇറക്കി തന്നില്ലേ, ബാക്കിയൊക്കെ നീ നോക്ക്. അങ്ങോട്ടാ പോകുന്ന? കണക്ക് നോക്കി തീർന്നില്ലല്ലോ. വയറിന് നല്ല സുഖമല്ല.
ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, എന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്ന്? വയറിന് കംപ്ലൈന്റ് വരാമെന്ന് മുൻകൂട്ടി ലെറ്റർ അയക്കൊന്നുമില്ലല്ലോ. നിന്റെ വയറെന്താ അവിടെയാണോ? കഴിഞ്ഞ ആഴ്ച അവിടെ വയറിളയപ്പോ ഞാൻ ചോദിച്ചില്ലല്ലോ. ഈ വീട്ടിലൊന്നും വയറിളകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാ. അല്ല ഞാൻ ഓ. ഡാ, അയ്യോ. അയ്യോ, ശിവാനി, പണിയായി. എന്താ മമ്മി? ഇത് കണ്ടോ, അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക ഐ എം ഗുഡ് എന്ന്. അയാൾ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും എനിക്കെന്താ? വാവ്, അച്ഛൻ എത്ര ഹാൻസം ആണല്ലേ. അച്ഛനോ? ഇയാൾ എപ്പോഴാ നിന്റെ അച്ഛനായത്? അപ്പൊ ആകാശ് എന്തിനാ അമ്മേനെ അമ്മേന്ന് വിളിക്കുന്നേ? ആകാശിന് അമ്മയില്ലല്ലോ, അവൻ ആഗ്രഹം കൊണ്ട് വിളിക്കുന്നല്ലേ. എനിക്ക് അച്ഛനില്ല ആഗ്രഹത്തോടെ ഞാനും വിളിക്കുന്നു. അവനെ പോലാണോ ഇയാള്? അവൻ നല്ല കുട്ടിയാ. ഇയാള് രാത്രി മുഴുവൻ ഇരുന്ന് പെണ്ണുങ്ങൾക്ക് ഫോട്ടോ അയച്ചിട്ട് എന്ത് ചെയ്യാ, എന്ത് ഡ്രസ് ഇട്ടേക്കാന്ന് മെസ്സേജ് അയക്കുന്ന ആളാ. അയ്യോ മമ്മി, അച്ഛൻ ആർക്കും അയച്ച മെസ്സേജ് അമ്മയ്ക്ക് തെറ്റി വന്നാ. ഡിലീറ്റ് ചെയ്താ പോവല്ലോ. എന്നാ ഇനി ഇതുപോലെ വല്ല മെസ്സേജ് വന്ന് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും. ശിവാനി, എന്റെ അച്ഛൻ സ്റ്റൈലായിട്ട് ഒരു സെൽഫി എടുത്ത് അയച്ചിട്ടുണ്ട്. അതമ്മ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്തേക്ക്. അതമ്മ കാണുകയും ചെയ്തു, എന്നിട്ട് കൊടയും ചെയ്തു. പാവം എന്റെ അച്ഛൻ, ഇപ്പൊ തന്നെ ചീത്തപ്പേരാ. ഇപ്പതേ ഇതും കൂടി. നീ എത്ര ട്രൈ ചെയ്താലും നിന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനെ ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, അതേപോലെ പെട്ടെന്ന് നിന്റെ അച്ഛനെ ഇഷ്ടപ്പെടും. നാളെ തൊട്ട് എന്റെ അമ്മയുടെ കൂടെ നീയും നിന്റെ അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടാവണം. ഏയ്, ഹായ് മമ്മി. ഹായ് ആകാശ്. എന്താ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ? അല്ല മമ്മി, ശിവാനിയുടെ കയ്യിലൊരു ബുക്ക് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വന്നതാ. അപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് മ്യൂസിക് ക്ലാസ്സിൽ പോയി. അങ്ങനെയാണോ? ശരി വാ, ഞാൻ നിന്നെ മ്യൂസിക് ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ശിവാനെ ഞാൻ അവിടുന്ന് പിക്ക് ചെയ്തോളാം. ശിവാനി അവിടെ ഇല്ല മമ്മി. എന്നെ പിക്കാൻ അച്ഛൻ അവിടെ വന്നപ്പോ അവൾ അച്ഛൻ്റെ ഒപ്പം പോയി. അവൾ എന്നോട് അമ്മയുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ പക്ഷെ തിരിച്ചെത്താൻ ലേറ്റ് ആവുമല്ലോ, ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട്. സാരമില്ല മമ്മി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി വാ. ഐ ഗോട്ട് ഇറ്റ്. ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനാ. എന്താ? എനിക്ക് അച്ഛന്റെ കൂടെ ഇരിക്കാനാ ആഗ്രഹം, ആകാശിന് അമ്മയുടെ കൂടെ ഇരിക്കാനാ ആഗ്രഹം. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നം റിയലായി. അച്ഛാ, അച്ഛനെന്ന് പറഞ്ഞില്ലേ എന്നെ പോലൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന്? അത് വെറുതെ പറഞ്ഞതല്ലേ? ഇല്ല മോളെ, സത്യ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ധൈര്യം ഉണ്ടായിരിക്കണം. അടിയും വാങ്ങിച്ച് കരഞ്ഞിട്ട് വരരുത്, തിരിച്ചടിക്കണം. അതാണ് എനിക്കിഷ്ടം.